നമസ്തേ, പ്രീതാസ് കേലറിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസായി ഞങ്ങളുടെ ക്രിസ്മസ് ദിനാശംസകൾ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരിയൊന്നും കുതിർത്ത് അരയ്ക്കാതെ തന്നെ പെട്ടെന്ന് അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ആപ്പവും അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഗീ റോസ്റ്റും ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയം ഒട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് രണ്ടും എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ റോസ്റ്റിലേക്കുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 900 ഗ്രാം ചിക്കൻ തൈ പീസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. വലിയ പീസാണെങ്കിൽ നടുവിലൊന്ന് വരഞ്ഞു കൊടുത്താലും മതി. പക്ഷേ എനിക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. കാരണം ആ ചിക്കനിലൊക്കെ മസാല നന്നായിട്ട് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യുമ്പോൾ പിടിച്ചിരിക്കും. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല, ഫ്രഷ് ആയിട്ടുള്ള മസാലയൊക്കെ വറുത്തിട്ടാണ് റെഡിയാക്കണത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ജീരകവും 1.5 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടേബിൾ സ്പൂൺ കുരുമുളകും, ഇനി ഇതിലേക്കൊരു 8 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യുക. സ്റ്റവിൻ്റെ ഫ്ലെയിമൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ, ഒരുപാട് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്കൊരു 10 കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കാശ്മീരി ചില്ലിയൊക്കെ ഇടുമ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റിന് നല്ല കളറും ഒക്കെ കിട്ടും. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ വറ്റൽമുളക് ഉണ്ടല്ലോ, അത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കൂടുതലായി കഴിഞ്ഞാൽ ജീരകമൊക്കെ കരിഞ്ഞു പോവുകയുള്ളൂ. ഇത്രയ്ക്ക് അങ്ങോട്ട് മൂത്ത് വന്നാൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. നമ്മുടെ മസാലയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. മസാലയൊക്കെ ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. വറുത്ത മസാലയൊക്കെ, ആ മുളകൊക്കെ ഒന്ന് ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയും ജീരകവും കുരുമുളകൊക്കെ ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്കൊരു 5-8 വെളുത്തുള്ളിയിൽ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പുളി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട്, ആ പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് പുളി വേണ്ട, ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ പുളിവെള്ളം മതി. ഈ പുളിവെള്ളവും കൂടി ഒഴിക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി വേണം, അരച്ചെടുക്കണ്ടേ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്കൊരു 1 ടീസ്പൂൺ ഇന്ദുപ്പാണ് ചേർക്കുന്നത്. ഉപ്പൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാമല്ലോ. ഇനി നമ്മളുടെ അരച്ചു വെച്ച മസാല ഉണ്ടല്ലോ, ആ മസാല മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോണത് തൈരാണ്. തീരെ പുളിയില്ലാത്ത തൈരായിരിക്കണം. പുളിയുള്ള തൈരായി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് മാറുള്ളൂ. പുളിയില്ലാത്ത തൈര് ഒരു 3.5 ടേബിൾ സ്പൂൺ തൈരും ചേർക്കുക. കുറച്ച് നാരങ്ങാനീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നാരങ്ങാനീരും കൂടി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഉപ്പും മസാലയും തൈരൊക്കെ ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നേരെ മിക്സ് ആവുന്ന തരത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതാ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി ആ നാരങ്ങാനീര് കുറച്ചുകൂടി വേണമെന്ന് തോന്നുന്നു. ആ ബാക്കി നാരങ്ങാനീരും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പം ഇത് നാരങ്ങാനീരും എല്ലാം ചേർത്തിട്ട് നേരെ മിക്സ് ആയി കഴിഞ്ഞാൽ മസാലയൊക്കെ നേരെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി നമുക്ക് ആപ്പം റെഡിയാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ്, മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 കപ്പ് ഫ്രഷ് തേങ്ങയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആണ് അടിച്ചെടുക്കേണ്ടത്. മെഷറിംഗ് കപ്പിൽ നമ്മൾ അരിപ്പൊടി എടുത്ത അതേ അളവിൽ വെള്ളവും ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത്
കൂടുതലാക്കണ്ട, വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാമല്ലോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ആ തേങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമ്മുടെ മാവ് പെട്ടെന്ന് പൊന്തി കിട്ടാനുള്ള ഒരു സൂത്രപ്പണിയാണ്. ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇളം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇളം ചുടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈ മാവിൻ്റെ പാത്രം ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വരും. ഇനി നമുക്ക് ചിക്കൻ ഗീ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുക. ഗീ റോസ്റ്റ് അല്ലേ, അപ്പോൾ നെയ്യോ ബട്ടറോ വേണം. നിങ്ങൾക്ക് എത്ര നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്താലും മതി. ഇപ്പം നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഈ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള ഇട്ടതിന് ശേഷം ഇതൊന്ന് വഴറ്റെടുക്കണം. സവാള വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ്. ഇനി ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ നേരെ വഴന്ന് വന്നിട്ടുണ്ട്, ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ പാത്രത്തിലെ മസാലയൊക്കെ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ആ സവാളയൊക്കെ ഒന്ന് ചിക്കനിലേക്ക് നേരെ മിക്സ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വഴറ്റിയെടുക്കാൻ 5 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതൊന്ന് നേരെ മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുക. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 5 മിനിറ്റ് നേരം ഇപ്പോൾ ചിക്കൻ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് നേരെ മിക്സ് ചെയ്യുക. ഇപ്പോൾ ശർക്കരയൊക്കെ നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നേരൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇനി അടച്ചു വെക്കരുത്, തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരവും കൂടി ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റും ചെയ്യും, ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് മസാല വേണം. കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ആപ്പത്തിലേക്ക് കഴിക്കാൻ മസാല ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ആയാൽ മതി. ഇനി ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. കറിവേപ്പില നമുക്കിതിലേക്ക് ഊരിയിട്ട് കൊടുക്കാം. ഊരിയിട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ആപ്പം റെഡിയാക്കാം. കണ്ടില്ലേ, മാവൊക്കെ ഒന്ന് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1.25 തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറിയ തവിയാവുകൊണ്ടാണ്. മാവ് ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ചുറ്റിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ആപ്പം റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഹോൾസൊക്കെ ഉള്ള നല്ല അടിപൊളി ആപ്പമായിട്ടുണ്ട്. നിങ്ങൾ പച്ചരി കൊണ്ടൊക്കെ ആണെങ്കിൽ ഇത് വീട്ടിലെ ഉണങ്ങലേരിയും കൊണ്ടാണ് ഈ കളറ് വെളുത്ത അല്ലെങ്കിൽ നല്ല വെളുത്ത കളറായിരിക്കും. അപ്പോൾ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ആപ്പും ചിക്കൻ ഗീ റോസ്റ്റും ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.